ഇപ്പോൾ ശ്രീ നാസർ ഫൈസി കൂടത്തായി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ നാസർ ഫൈസി കൂടത്തായി, ഈ അബ്ദുള്ള പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ? ഇസ്ലാം മതവിശ്വാസിയായ ഒരാൾ, അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അദ്ദേഹത്തിന്റെ പേരിൽ ഹിന്ദുമത വിശ്വാസിയായ മറ്റൊരാൾ ശബരിമലയിൽ ഒരു വഴിപാട് നടത്തിയെങ്കിൽ അത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം തെറ്റാണോ? ആ വ്യക്തി മതവിശ്വാസികളോട് മാപ്പ് പറയണോ, തോപ ചെയ്യണോ? അല്ല, സ്വാഭാവികമായൊരു മുസ്ലിമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞത് ഏകദൈവ വിശ്വാസമാണ്. ആ ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായി നിലപാട് ആര് സ്വീകരിക്കുന്നതും ഇസ്ലാമിക വിരുദ്ധമാണ്. മതപരമായി ഇസ്ലാമിക വിധി പ്രകാരം അത് തെറ്റാണ്. അതിന്റെ പ്രായശ്ചിത്തം അത് ചെയ്തിരിക്കണം. ഇവിടെ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. കാരണം മോഹൻലാല് മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാലിന്റെ വിശ്വാസപ്രകാരം വഴിപാട് നടത്തുകയോ പ്രാർത്ഥിക്കുകയോ മോഹൻലാലിന്റെ ദൈവങ്ങളോടോ ദൈവത്തോടോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നു. അത് മോഹൻലാലിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട മമ്മൂട്ടിയുടെ വിശ്വാസത്തിലേക്ക് അത് ബന്ധിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മമ്മൂട്ടിയുടെ അറിവോടെയാണോ മമ്മൂട്ടിയുടെ നിർദ്ദേശത്തോടു കൂടിയാണോ എന്ന് മമ്മൂട്ടി പറയാത്ത കാലത്തോളം മമ്മൂട്ടിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അയാളുടെ പിന്നാണ് പോയി അതൊരു വിവാദത്തിലേക്ക് പോകേണ്ട യാതൊരു കാര്യം. അയാളുടെ അറിവോട് കൂടിയാണെന്നും ഞാൻ അത് പറഞ്ഞിട്ടാണ് മോഹൻലാൽ വഴിപാട് നടത്തിയത് എന്നും മമ്മൂട്ടി പറയുന്ന പക്ഷം അത് വിമർശനാത്മകമാണ്, അത് പ്രതിഷേധാർഹമാണ്. മതപരമായ വിധി പ്രകാരം അതിന് പരിഹാരം കാണേണ്ടതാണ്. അല്ലാത്ത കാലത്തോളം ഓരോ മതവിശ്വാസികളും അവരുടെ മതവിശ്വാസ പ്രകാരം അന്യർക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അത് ആർക്കാ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അത് അവരതിന്റെ പേരിൽ വഴിചാരിയിട്ട് അവരെ കുറ്റപ്പെടുത്തി അതൊരു വിമർശിക്കുന്നതിന് കൊണ്ടുവരേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ഒരു ചർച്ച പോലും ഒരു പ്രസക്തിയില്ല. അത് സിനിമ താങ്കൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അബ്ദുള്ളയുടെ വാക്കുകൾ തന്നെയാണല്ലോ താങ്കളും പറയുന്നത്. മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ അതൊരു മതവിധിയുടെ രൂപത്തിൽ തന്നെ താങ്കൾ പറയുകയാണല്ലോ അത് ഇസ്ലാം മതവിശ്വാസത്തിന് എതിരാണ് എന്ന്. അതായത് പ്രായശ്ചിത്തം ചെയ്യണമെന്നാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്. മുസ്ലിം മതവിശ്വാസി അതാരും അങ്ങനെ തന്നെ മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമോ മമ്മൂട്ടിയോ ആണെങ്കിൽ ഞാനിവിടെ മനസ്സിലാക്കിയാണോ വിവാദത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു മതസ്പർദ്ധ പോലുള്ള വിധത്തിലേക്ക് ഇത്തരം വ്യക്തികളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചർച്ച കൊണ്ടുവരേണ്ട യാതൊരു പ്രസക്തിയില്ല. മോഹൻലാലിന്റെ വിശ്വാസ പ്രകാരം മോഹൻലാൽ വഴിപാട് നടത്തുന്നു. അത് മമ്മൂട്ടിയുടെ വിശ്വാസം ഉണ്ടാവാതിരിക്കട്ടെ. മമ്മൂട്ടി ഇതിലേക്ക് കൊണ്ടുവന്ന അയാളുടെ ദൈവവിശ്വാസത്തെ അവരുടെ മതവിശ്വാസത്തെ ഇതിലേക്ക് വിവാദത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണെങ്കിലും എന്താണ് കുഴപ്പം? മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണെങ്കിൽ മമ്മൂട്ടിയുടെ മതവിശ്വാസ പ്രകാരം അത് അനുവദിക്കുന്നില്ല. മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണെങ്കിൽ മോഹൻലാലിനല്ലല്ലോ മമ്മൂട്ടിക്കല്ലേ അനുവദിക്കാത്തത്. മമ്മൂട്ടിയെ സംബന്ധിച്ച മോഹൻലാലിന്റെ വിശ്വാസപ്രകാരം മോഹൻലാൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് മമ്മൂട്ടിയിലേക്ക് ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം മമ്മൂട്ടി വഴിപാട് നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മമ്മൂട്ടി പറയാത്ത കാലത്തോളം അല്ല, അതാണ് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? ഇപ്പോൾ താങ്കളുടെ വാക്കും ഓ അബ്ദുള്ളയുടെ വാക്കും ഒരേപോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ചർച്ചയിൽ ഇരിക്കുന്ന എല്ലാവർക്കും മമ്മൂട്ടി പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മമ്മൂട്ടി ഒരു ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ഇസ്ലാം മതപ്രകാരം അത് തെറ്റാണ്. മമ്മൂട്ടി പറഞ്ഞു ചെയ്തതാണെങ്കിൽ മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ മമ്മൂട്ടി ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ അത് മമ്മൂട്ടി ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ഇസ്ലാം മത വിശ്വാസ പ്രകാരം തെറ്റാണ്. അല്ല, ഷാക്കിറിന്റെ അഭിപ്രായം എന്താണ്? ഷാക്കിർ, പല ഇസ്ലാമുണ്ടോ? ഓരോരുത്തർക്ക് ഓരോ ഇസ്ലാമുണ്ടോ? ഒറ്റ ഇസ്ലാമല്ലേ ഉള്ളൂ? ഇതേ കാര്യങ്ങൾ പിന്തുടരുന്ന വിശ്വാസിയായിട്ടുള്ള ഷാക്കിർ പറയുന്നത് കുഴപ്പമില്ലെന്നല്ലേ? അല്ല, അങ്ങനെയല്ല. ശരി, ഞാൻ ഒരു പോയിന്റ് അങ്ങനെയാണ് ശ്രീത് ചോദിച്ച പ്രസക്തമായ കാര്യമാണ്. ശ്രീത് ചോദിച്ചാൽ തന്നെയാണ് നാസർ അതിനുള്ള മറുപടി. ഇവിടെ ഷാക്കിർ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന്. പക്ഷെ താങ്കൾ അതിനൊരു മതവിധി ആയിട്ട് തന്നെ പറയുകയാണല്ലേ ഈ കാര്യങ്ങൾ? അല്ല, ഈ മതവിധി ഇതിൽ മതവിധി കൊണ്ടുവന്നു മോഹൻലാലിനെയും മമ്മൂട്ടിയെയും രണ്ട് മതത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്തൊരു മതസ്പർദ്ധ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യം ഇതിനകത്തില്ല. അവർ പരസ്പരം അഭിനയിക്കുകയും അവരുടെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഷാക്കിർ, യൂത്ത് ലീഗിന്റെ പ്രതിനിധി ഷാക്കിറാണ് സംസാരിക്കുന്നത്. ഒരു സെക്കൻഡ് നാസർ ഫൈസി, ഷാക്കിർ പറയട്ടെ. എന്റെ വാദം ദയവ് ചെയ്തിട്ട് തെറ്റിദ്ധരിപ്പിക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞു മതപരമായ വിഷയത്തിൽ ഫത്വ പറയാൻ ഞാനാണല്ല. നാസർ ഫൈസി പണ്ഡിതനാണ്. ഞാൻ എന്നെയും ഒന്നും നിങ്ങൾ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ കൂട്ടരുത്. അതൊന്നും വേറെ രേഖയിൽ മിടുക്കനായിരിക്കാം. പക്ഷെ മതപരമായ ഫത്വ എല്ലാവരും ഒരുപോലായി, എല്ലാവരും ഒരു പക്ഷത്തായി. അല്ല, ഒരു മിനിറ്റ്. മതത്തിന് ഒരേ കാഴ്ചപ്പാടുള്ളൂ. പക്ഷെ ഇത് വിഷയമാക്കേണ്ട വിവാദമാക്കേണ്ട ഒരു വിഷയമല്ല. നാസർ ഫൈസി തന്നെ കൃത്യമായി പറഞ്ഞു മോഹൻലാലിന്റെ അദ്ദേഹം താല്പര്യപ്രകാരം ചെയ്താൽ ആർക്കാണ് എന്താണ് തെറ്റ്, എന്താ കുഴപ്പം, അതിൽ ആർക്കാ പ്രയാസം? ഞങ്ങൾ ചോദിക്കുന്നതല്ല മമ്മൂട്ടിയുടെ താല്പര്യപ്രകാരമാണ് ചെയ്തതെങ്കിലും എന്താണ് തെറ്റെന്നാണ്. ഓബ്ദുള്ളയ്ക്ക് എതിരഭിപ്രായമില്ലല്ലോ. മോഹൻലാലിന്റെ വ്യക്തിപരമായ താല്പര്യപ്രകാരം ചെയ്തതാണെങ്കിൽ അതിൽ ഓബ്ദുള്ളയ്ക്കും വ്യത്യാസമില്ല അഭിപ്രായം. മഞ്ജുഷ് ഒരു കാര്യം പറഞ്ഞോട്ടെ.
അല്ലല്ല, അങ്ങനെയല്ല. ദൈവശാസ്ത്രം പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനുമായ ദൈവശാസ്ത്രം പഠിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പറയാം. ഇത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, മമ്മൂട്ടിയുടെ അറിവോടുകൂടി ചെയ്തു. അതിന് ഇസ്ലാമിൽ പ്രശ്നമില്ല എന്ന് പറയാൻ കാരണം, രോഹിംഗ്യകൾക്ക് വേണ്ടി പോപ്പ് ഫ്രാൻസിസ് പ്രാർത്ഥിച്ചല്ലോ. ഏതെങ്കിലും മുസ്ലിം പറഞ്ഞോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്ന്? റോഹിംഗ്യൻ മുസ്ലിം അഭയാർത്ഥികളിൽ ഞാൻ യേശുക്രിസ്തുവിന്റെ മുഖം കാണുന്നു എന്ന് പറഞ്ഞ് പോപ്പ് ഫ്രാൻസിസും, ആ രോഹിംഗ്യകളിൽ ബുദ്ധന്റെ കരുണയും ബുദ്ധന്റെ സാമീപ്യമാണ് കാണുന്നു എന്ന് പറഞ്ഞ് ദലൈലാമ പ്രാർത്ഥിച്ചു. രോഹിംഗ്യകളെ വേട്ടയാടിയപ്പം പ്രാർത്ഥിക്കാൻ പോപ്പ് ഫ്രാൻസിസ് വത്തിക്കാനിൽ നിന്നെത്തി. ഇവിടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ രാഹുൽ. ഇവിടെ ശ്രീ നാസർ ഫൈസി കൂടത്തായി അദ്ദേഹം വ്യക്തമാക്കിയത് മമ്മൂട്ടിയുടെ ആവശ്യപ്രകാരമാണ് മോഹൻലാൽ ഉഷപൂജ നടത്തിയതെങ്കിൽ അത് മമ്മൂട്ടി അങ്ങനെ ചെയ്തുകൂടായിരുന്നു എന്നാണ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത്. അതാണ് മതത്തിന്റെ വിശ്വാസമെന്ന്. ശ്രദ്ധിച്ച് കേൾക്കണം. കാര്യം നമ്മൾ ഹിന്ദുക്കളെ പോലെ ഒരു റിലീജിയസ് ഫ്രെയിംവർക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ്. അല്ലല്ല, ഒരു വരി കൂടെ കഴിഞ്ഞ് കാര്യം, അങ്ങനെ മുസ്ലിങ്ങളോട് പിൻ പോയിന്റ് ചെയ്ത് ചോദിച്ചാൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഏകദൈവ വിശ്വാസമുണ്ട്. നമ്മൾ ഹിന്ദുക്കൾക്ക് ഏകദൈവ വിശ്വാസത്തിന്റെ ഫ്രെയിംവർക്ക് അല്ല. അതായത് ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് യഹോവയും മുസ്ലിം സഹോദരങ്ങൾക്ക് അൽ ഇലാഹ് എന്ന അള്ളാഹുവും, അല്ലെങ്കിൽ ജൂതന്മാർക്ക് യഹോവയും അടക്കം ഒരു ഏകദൈവ വിശ്വാസമുണ്ട്. അവരുടെ പുസ്തകവും കിതാബും പ്രകാരം തന്നെ അവർക്ക് മതപരമായ ചില രാഹുൽ താങ്കളിലേക്ക് വരാം. നാസർ ഫൈസി പറയട്ടെ കാര്യങ്ങൾ. നാസർ ഫൈസി പറയട്ടെ. ഞാൻ പറയാം, ഇതിൽ മമ്മൂട്ടിയുടെ അറിവോട് കൂടി എന്ന് പറയുമ്പോൾ അതിന് രണ്ട് നിലപാടുണ്ട്. ഒന്ന്, മമ്മൂട്ടി അറിഞ്ഞുകൊണ്ട് നിർദ്ദേശിച്ച പ്രകാരമോ സമ്മതിച്ച പ്രകാരമോ ആണെങ്കിൽ അത് മതപരമായ വിധിക്കെതിരാണ്. മറ്റൊന്ന്, മമ്മൂട്ടിയുടെ അറിവോടെ ആണെങ്കിൽ തന്നെ അവിടെ മോഹൻലാലിന്റെ വിശ്വാസപ്രകാരം മോഹൻലാലിന് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് മോഹൻലാലിന്റെ വിശ്വാസമാണ്. അതിലിടപെടാൻ മമ്മൂട്ടി തയ്യാറുമാകുന്നില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലാന്ന് മമ്മൂട്ടി കരുതിയാൽ അത് മമ്മൂട്ടിന്റെ വിശ്വാസത്തിന് എതിരാകുന്നില്ല. അറിവോട് കൂടി എന്ന് പറയുന്നതിന് കൃത്യമായ വിവക്ഷ ആവശ്യമാണ്. അറിവ് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് നിർദ്ദേശപ്രകാരം ചെയ്തതാണെങ്കിൽ അത് മമ്മൂട്ടി വിശ്വാസത്തിന് ബാധിക്കും. മറിച്ച് മോഹൻലാലിന്റെ വിശ്വാസപ്രകാരം അദ്ദേഹത്തിന്റെ ദൈവത്തോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നത്, വഴിപാട് നടത്തുന്നത് അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. ഞാനതിൽ ഇടപെടേണ്ട കാര്യമില്ല. അതിൽ മോക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ, അതിൽ രോഗശമനം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ അനുഭവിക്കാന്നല്ല. അത് മമ്മൂട്ടിക്ക് അതിൽ അതിർത്തിപ്പെടേണ്ട യാതൊരു കാര്യമില്ല. വിശ്വാസപ്രകാരം തെറ്റുമാകുന്നില്ല. നിർദ്ദേശിക്കുകയും സമ്മതിക്കുകയും ഒക്കെ ചെയ്യുന്ന പക്ഷത്ത് മാത്രമേ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ചർച്ച വരുന്നുള്ളൂ. അല്ലാത്ത കാലത്തോളം മോഹൻലാൽ ചെയ്തതിനെ മമ്മൂട്ടിക്ക് ഒരു വിമർശനാത്മകമായി കാണുകയോ പ്രതിഷേധിക്കുകയോ അനിഷ്ടകരമായി മമ്മൂട്ടി പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല. അവർ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളൊക്കെ നിലനിൽക്കട്ടെ. മതത്തിന്റേതായ വഴിയിൽ പോകട്ടെ. ശരി, ഒരു സെക്കൻഡ് താങ്കളുടെ ടെലിഫോൺ ലൈനിൽ തുടരും. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഈ പ്രസ്താവനയെ കാണുന്നത് സമസ്തയുടെ നിലപാട് കൂടിയാണിത് കേട്ടോ. അല്ല ശ്രീ മഞ്ജുഷ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. സംസാരിച്ചു വന്നപ്പോ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ എല്ലാവരും തന്നെ ഒരു പക്ഷത്തേക്ക് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് എന്റെ ചോദ്യം. ആദ്യം അബ്ദുള്ളയെ വിമർശിച്ച് അബ്ദുള്ളയ്ക്ക് ഇത് പറയേണ്ടുന്ന ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ മതശാസന മറ്റുള്ളവരാണ് പറയേണ്ടത് എന്നും അത്തരത്തിലുള്ള സംഘടനകളാണ് പറയേണ്ടത് എന്നും ഒക്കെ പറഞ്ഞു. ശ്രീ ഷാക്കിർ തന്നെ ഇവിടെ പറഞ്ഞത്, ആദ്യം ഒരു സെക്കൻഡ് ഷാക്കിർ, അങ്ങ് പറഞ്ഞ വാദത്തിലേക്ക് ഞാൻ വരികയാണ്. ശ്രീ ഷാക്കിർ തന്നെ ഇവിടെ സംസാരിച്ചപ്പോൾ അബ്ദുള്ളയുടേത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശമാണ് എന്നും അദ്ദേഹം ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആളല്ല, അതുകൊണ്ട് തന്നെ അതിന് വലിയ സീരിയസ്നെസ് കൊടുക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. ഇപ്പൊ നാസർ ഫൈസി സംസാരിച്ചു. അദ്ദേഹം ആരുടെ ഭാഗമാണ്, എന്തിന്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ അബ്ദുള്ള പറഞ്ഞിരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിന് മുകളിലേക്കാണ് ശ്രീ നാസർ ഫൈസി കൂടത്തായി അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം എന്ന് വെച്ചാൽ അതാണ് മതശാസന എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ വീണ്ടും റെലവെന്റ് ആണ്. ഈ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ബന്ധത്തിലോ ഒരാളിന്റെ വ്യക്തിപരമായിട്ടുള്ള മതവിശ്വാസത്തിലോ ഈ ലാർജർ കമ്മ്യൂണിറ്റിക്ക് എന്താണ് താല്പര്യം? മറ്റുള്ള ആൾക്കാർക്ക് ഞാൻ ചോദിക്കട്ടെ, ഒരാളിന് ദേഹസൗഖ്യമില്ല എന്ന് കരുതിക്കൊള്ളൂ. ദേഹസൗഖ്യമില്ലാത്ത ഒരാളിന് വേണ്ടി നമ്മൾ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നു മെഡിക്കലായിട്ട്. പിന്നെ വിശ്വാസപരമായിട്ട് വിവിധ ആൾക്കാർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി, 100 കൂട്ടം പ്രയോറിറ്റീസ് ആ സമയത്തുള്ള ഒരു വ്യക്തി അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഞാൻ എന്റെ സമുദായത്തിലുള്ള ആൾക്കാരോട് മാപ്പ് പറയുന്നു എന്നൊരു മനുഷ്യനോട് പറയാനായിട്ടുള്ള എന്ത് മനുഷ്യത്വമാണ് നിങ്ങൾക്കുള്ളത്? ശരി, നാസർ ഫൈസി കൂടത്തായി മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് ഉഷപൂജ നടത്തിയതെങ്കിൽ മമ്മൂട്ടി മാപ്പ് പറയണമെന്നാണ് അബ്ദുള്ള പറഞ്ഞത്. താങ്കളും ആ നിലപാടുകാരനാണോ? അല്ല, ഈ നേരത്തിന് മമ്മൂട്ടിക്ക് വേറെ ജോലിയൊന്നുമില്ല, ഇതാണോ ചെയ്യേണ്ടത്? ഇതാണോ കൂടിയാണെങ്കിൽ എന്ന് പറഞ്ഞതിന് വിവക്ഷ ആവശ്യമാണ്. ഒരു കാര്യം അറിഞ്ഞു എന്നതുകൊണ്ട് മമ്മൂട്ടി അതിന് സമ്മതം കൊടുത്തു അല്ലെങ്കിൽ മമ്മൂട്ടി ആ വിശ്വാസിയാണ്, മമ്മൂട്ടിക്ക് അതിൽ താല്പര്യമുണ്ട് എന്നതിന് അർത്ഥമില്ല. മോഹൻലാലിന്റെ വിശ്വാസപ്രകാരം ചെയ്തു, അതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിന്റെ സമാധാനമാണ്. അതിൽ എന്തെങ്കിലും മോക്ഷം കിട്ടുന്നെങ്കിൽ അയാളുടെ വിശ്വാസപ്രകാരം കിട്ടട്ടെ എന്ന് വിശ്വാസപ്രകാരം മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടൊരു തെറ്റില്ല. മമ്മൂട്ടി അറിവോട് കൂടിയാണെങ്കിൽ പോലും തെറ്റില്ല. പക്ഷെ മമ്മൂട്ടി അറിഞ്ഞ് അത് നിർദ്ദേശിക്കുകയും സമ്മതിക്കുകയും ചെയ്തു, എനിക്കും ആ വിശ്വാസമുണ്ട്
എന്ന വിശ്വാസപ്രകാരമാണ് മോഹൻലാൽ ചെയ്യുന്നതിനെ മമ്മൂട്ടി പിന്തുണക്കുന്നതെങ്കിൽ മതപരമായി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അത് തെറ്റാണ്. അപ്പോ മമ്മൂട്ടിയുടെ അറിവോട് കൂടി എന്നത് എന്താണെന്ന് വിവക്ഷിക്കപ്പെടേണ്ടതുണ്ട്. രണ്ടും രണ്ട് ലൈനിൽ കാണണം. ഇത് തന്നെയാണ് ഓ അബ്ദുള്ള പറഞ്ഞതും. ഓ അബ്ദുള്ള പറഞ്ഞത് തന്നെയാണ്. സെയിമാണ് ഓ അബ്ദുള്ള പറഞ്ഞത്. സെയിമാണ് ഓ അബ്ദുള്ള പറഞ്ഞത്. വേണമെങ്കിൽ ഒരു തവണ കേട്ട് നോക്കൂ. നാസർ ഫൈസി കൂടത്തായി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഓ അബ്ദുള്ളയും പറഞ്ഞത്. ഒരു സംശയവുമില്ല. ഒരു സംശയം എനിക്കുമില്ല. രാഹുലിന് സംശയം കാണും. ആ സംശയം ഇവിടെ ചോദിച്ചുതരാൻ ബുദ്ധിമുട്ടുണ്ട്. കൃത്യമായിട്ടും അത് തന്നെയാണ് നാസർ ഫൈസിയും പറഞ്ഞത്. എന്നിലേക്ക് വന്നില്ലല്ലോ, ഇടയ്ക്ക് പോയി. ഞാൻ ഒരു വരി പറഞ്ഞോട്ടെ. ദയവായിട്ട് മമ്മൂട്ടിക്കെതിരെ സമസ്ത പോലുള്ള വാർത്തകൾ ബ്രേക്കിംഗ് ആയി കൊടുക്കരുത്. അങ്ങനെയല്ല. അതായത് ഇസ്ലാം മതവിശ്വാസികൾക്കും ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കും ജൂതന്മാർക്കും ഏകദൈവ ആരാധന എന്ന് പറയുന്നവരുടെ വിശ്വാസ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനും മറ്റും ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ ബഹുമാനിക്കണം. അതിനർത്ഥം മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടെന്നല്ല. അവിടെയാണ് ശ്രീ നാസർ ഫൈസി കൂടത്തായ പോലെ വളരെ മുതിർന്ന എല്ലാവരും ആദരിക്കുന്ന ഒരു പണ്ഡിതൻ കുറെ കൂടെ കൃത്യമായ വാക്കുകൾ ഉപയോഗിക്കണമായിരുന്നു. മമ്മൂട്ടി അറിഞ്ഞുകൊണ്ട് പോയതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ മമ്മൂട്ടി നിർദ്ദേശിക്കുന്നത് അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഒരു വ്യതിയാനമാണ്. കാരണം നമ്മൾ ഹിന്ദുക്കളുടെ ഫ്രെയിംവർക്ക് അല്ല അവർക്കുള്ളത്. ഇത് ക്രിസ്ത്യാനികൾക്കും ഈ പ്രശ്നമുണ്ട്, അല്ല പ്രശ്നമല്ല, പ്രത്യേകതയുണ്ട്. മുസ്ലിങ്ങൾക്കും ഈ പ്രത്യേകതയുണ്ട്. ജൂതന്മാർക്കും ഈ പ്രത്യേകതയുണ്ട്. കാര്യം അവരിൽ ഏകദൈവ വിശ്വാസം എന്നുള്ളത് വളരെ ശരി. അതായത് നാസർ ഫൈസി കൂടത്തായി സമസ്തയുടെ നിലപാടായിട്ട് ഇവിടെ പറഞ്ഞത് മമ്മൂട്ടി നിർദ്ദേശിച്ച് ഈ ഉഷപൂജയിൽ തനിക്കും വിശ്വാസമുണ്ട്, അതുകൊണ്ട് ലാൽ താങ്കൾ ചെയ്തുകൊള്ളൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് മതവിശ്വാസ പ്രകാരം എന്നാണ് നാസർ ഫൈസി കൂടത്തായി ഇവിടെ പറഞ്ഞത്. തെറ്റുണ്ടെങ്കിൽ നാസർ ഫൈസിക്ക് തിരുത്താം. ഓ അബ്ദുള്ള പറഞ്ഞു ഇത് തന്നെയാണ്. വിനു സംശയമുണ്ടോ? ഞാൻ അതായത് വളരെ ചെറുപ്പത്തിലെ തൊട്ട് മമ്മൂക്കയൊക്കെ കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. പണ്ട് മദ്രാസിൽ ഏത് പടത്തിന്റെയും പൂജ നടക്കുന്നത് AVM സ്റ്റുഡിയോയിലെ ഗണപതിയുടെ മുമ്പിൽ വെച്ചാണ്. അന്ന് ഇവരെല്ലാവരും ആ പൂജയ്ക്ക് പങ്കെടുക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. നോക്കൂ, കലാകാരന് ഒരു മതത്തിന്റെയും സ്വത്തല്ല. ഇപ്പോൾ നമ്മളൊരു മോഹൻലാലിനെ പറയുന്നില്ലേ, ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും മുസൽമാന്മാരും മമ്മൂക്ക എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം, ഒരു കുഴപ്പവും വരരുതെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഹൃദയത്തിലാണ്. അത് ക്ഷേത്രത്തിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊക്കെ, കാരണം ഒരു വലിയ കലാകാരനാണ്, വലിയ പ്രായവും ആയിട്ടില്ല. വലിയ പ്രായം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ മമ്മൂക്കയെ സംബന്ധിച്ചോളം. ഒരു 100 കോടിയുടെ പ്രോജക്റ്റിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം സുഖം പ്രാപിച്ച് തിരിച്ചു വരട്ടെ, അതിനുവേണ്ടി മോഹൻലാൽ പ്രാർത്ഥിച്ചെങ്കിൽ അത് നല്ലതെന്ന് പറയാനുള്ളതിന് ഇപ്പൊ ഇതിനെ ആരുടെ അറിവോടെയാണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണോ ഒക്കെ എന്തിനാണ് ഇത്തരത്തിലുള്ള മതശാസ്ത്രയും മതവിധികളും പുറപ്പെടുവിക്കുന്നത്? നാസർ ഫൈസി കൂടത്തായി ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ മതവിധി പുറപ്പെടുവിക്കുന്നില്ലല്ലോ. മമ്മൂട്ടിയുടെ ജീവിത രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഓരോ മതവിശ്വാസിയും അവരുടെ മതവിശ്വാസ പ്രകാരം ആചാരങ്ങൾ നടത്തിയാൽ മമ്മൂട്ടി അതിൽ അതൃപ്തി പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ വിശ്വാസമാണ്. മോഹൻലാലിന്റെ വിശ്വാസപ്രകാരം ചെയ്തു. മമ്മൂട്ടിക്ക് അതിൽ അതൃപ്തിയില്ല. ഇതിന്റെ ചർച്ച ചെയ്യേണ്ട കാര്യം മമ്മൂട്ടി നിർദ്ദേശിച്ചുകൊണ്ട് ചെയ്യാൻ ഒരിക്കലും സാധ്യതയില്ല. കാരണം മമ്മൂട്ടിയുടെ മതവിശ്വാസ പ്രകാരമല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു കാര്യം മമ്മൂട്ടി നിർദ്ദേശിക്കില്ല. മോഹൻലാലിന്റെ വിശ്വാസപ്രകാരം അനുകൂലമാണ്. അത് ചെയ്യുന്നതുകൊണ്ട് മമ്മൂട്ടിക്ക് വിരോധവുമില്ല. അങ്ങനെ മോഹൻലാലും മമ്മൂട്ടിയും സൗഹൃദത്തോടുകൂടി പോകുന്നതിന് എന്താണ് വിരോധം? മലയാള കേരളത്തിന് യാതൊരു വിരോധവുമില്ല. പിന്നെ സിനിമയിൽ അഭിനയിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസമുണ്ടെങ്കിലേ അത് ബാധകമാകുന്നുള്ളൂ. ഇവിടെ ഒറ്റ ചർച്ചയുടെ പ്രസക്തിയേ ഇല്ല. ഞാൻ പറയുന്നത് വളരെ കൃത്യമായി മമ്മൂട്ടിയുടെ രോഗം സുഖപ്പെടാൻ വേണ്ടി ആരോടും സഹായം തേടും. ആ സഹായം തേടപ്പെടുക അല്ലെങ്കിൽ ആഗ്രഹിക്കുകയോ ചെയ്യും. ആ ആഗ്രഹപ്രകാരം മോഹൻലാൽ സഹായിക്കാൻ കഴിയുന്നത് മോഹൻലാലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയലാണ്, അല്ലെങ്കിൽ മറ്റൊരു സഹായിക്കുകയാണ്. അതിലൊരു സഹായമാണ് മോഹൻലാലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അത് മമ്മൂട്ടി വിരോധമായി പുലർത്തേണ്ട കാര്യമില്ല. അതിൽ മോഹൻലാൽ സായുജ്യം അടിയുമ്പോൾ മമ്മൂട്ടിക്ക് വിരോധം വെച്ച് പുലർത്തുന്ന ഒരു കാര്യമില്ലാത്ത കാലത്തോളം മറ്റു മതവിശ്വാസികൾക്കോ കേരളത്തിലോ അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു ചർച്ച കൊണ്ടുവരുന്നതിന് പ്രസക്തിയില്ലാതെ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല. അല്ലല്ല ഈ രീതിയിലാണെങ്കിൽ ചർച്ച ചെയ്യേണ്ടി വരും. ഷാക്കിർ, നേരത്തെ ഓ അബ്ദുള്ള ഇത് പറഞ്ഞ സമയത്ത് താങ്കൾ പറഞ്ഞിരുന്നു അബ്ദുള്ളയെ പോലെയുള്ള ഒരാൾക്ക് പറയാൻ കൊള്ളുന്ന വാചകമല്ല, സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലാണ് സംസാരമെന്ന്. നാസർ ഫൈസി കൂടത്തായി പറഞ്ഞപ്പോൾ അതിൽ എന്താണ് മാറ്റമുള്ളത് ശ്രീ ഷാക്കിർ? അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എനിക്ക് ഈ ചർച്ച എടുത്തത് സങ്കടം വരുന്നുണ്ട്. അതായത് ഇതിൽ പങ്കെടുക്കണമായിരുന്നു എന്നൊരു സംശയം കൂടി വരികയാണ്. കാരണം രാഹുൽ ഈശ്വർ ചില സംഗതികൾ വ്യക്തമാക്കി തരുന്നുണ്ട്. മുൻധാരണയോടുകൂടെ നിങ്ങൾ ഇതിനെ സമീപിക്കരുത്. ഇപ്പൊ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്ക്രീനിൽ വരുന്ന സംഗതിയുണ്ട്, സമസ്ത മമ്മൂട്ടിക്കെതിരെയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്നോടൊരു അഭിപ്രായം ചോദിച്ചാൽ ലീഗ് എന്താ പറഞ്ഞത് ദയവായിട്ട് കൊടുക്കരുത്. അതേപോലെ ഇപ്പൊ നാസർ ഫൈസി കൂടത്തായി ഒരു സമസ്തയോട് കൂടി ഒരു സെക്കൻഡ്, മമ്മൂട്ടിയുടെ അറിവോടെയെങ്കിൽ തെറ്റെന്നല്ല, മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമെങ്കിൽ തെറ്റെന്നാണ്. അല്ല, അത് തിരുത്തുന്നു. മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ എന്ന് പറയുന്നത് തെറ്റാണ്, മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ തെറ്റെന്നാണ്.
അതായത് ഈ തെറ്റ് ശരിയെന്ന് പറയുന്ന ഒരു കാര്യം എവിടുന്ന് അത് തീരുമാനിക്കുന്നതല്ലോ. ഇപ്പൊ ശ്രീജിത്തിനോടും മഞ്ജുഷിനോടും പറയാനുള്ളത്, അല്ല ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങൾ പറഞ്ഞ കാര്യമല്ല, മതപണ്ഡിതർ പറയുന്ന കാര്യമാണ്. ഇസ്ലാം മതപണ്ഡിതർ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഒരു മിനിറ്റ്, അല്ല ഓ അബ്ദുള്ളയെ തിരുത്തേണ്ടത് മതപണ്ഡിതരാണല്ലോ, തിരുത്തിയില്ല എന്നാണ്. ഒരു മിനിറ്റ് നിങ്ങൾ പറയാൻ സമ്മതിക്കും മഞ്ജുഷേ പ്ലീസ്. അതായത് നമ്മൾ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അനാവശ്യമായി ഈ മതങ്ങൾക്ക് മേലെ കുതിര കയറുന്ന അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഏത് മതത്തിൽ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ മനുഷ്യന്റെ എന്താ പറയാ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിത രീതി, അതായത് ജീവിത രീതി വിശ്വാസത്തോടു കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെങ്കിൽ അതാണ് മതം. ഇപ്പൊ നോക്ക് നിങ്ങൾ, എന്റെ വിശ്വാസം അനുസരിച്ച് ഈ മഞ്ജുഷും രാഹുൽ ഈശ്വറും ശ്രീജിത്ത് പണിക്കർ നാസർ പി സി കൂടത്തായും എന്റെ സഹോദരന്മാരാണ്. അതായത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കളാണ് നമ്മൾ എല്ലാവരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് എന്റെ ഇസ്ലാം പറയുന്നത്. നിങ്ങളൊക്കെ സഹോദരന്മാരാണ്. പക്ഷെ വിശ്വാസപരമായി നിങ്ങൾ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുമായി തർക്കിച്ച് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഒരു സഹോദര്യം പാടില്ല എന്നുള്ളൊരു നിലപാട് ശരിയല്ല. ഞങ്ങളെല്ലാം അത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് പൊടുന്നനെ നാസർ ഫൈസി കൂടത്തായുടെ ഈ പ്രതികരണം വന്നത്. അപ്പോൾ ചോദിച്ചു പോകുമല്ലോ, ഓ അബ്ദുള്ളയുടെ പ്രതികരണവും ഇദ്ദേഹത്തിന്റെ പ്രതികരണവും ഒന്നു തന്നെയല്ലേ എന്ന്. ഞാൻ ചോദിക്കുന്നത്, മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ തന്നെ എന്താണ് തെറ്റുള്ളത് ശ്രീ ഷാക്കിർ? മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം അല്ലല്ലോ, അങ്ങനെ ആ ചോദ്യത്തിന് പ്രസക്തി ആണെങ്കിൽ എന്താ കുഴപ്പം? ആണെങ്കിൽ എന്താണ് പറഞ്ഞത്? ആണെങ്കിൽ എന്താണ് കുഴപ്പം? സാങ്കല്പിക ചോദ്യം എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്? സാങ്കല്പികമായ ചോദ്യം, മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം ആണെങ്കിൽ എന്ന സാങ്കല്പിക ചോദ്യത്തിന് എന്താ പ്രസക്തി? മമ്മൂട്ടി നിർദ്ദേശപ്രകാരമാണെങ്കിൽ മാത്രം ചർച്ച ചെയ്താൽ മതിയല്ലോ. ഒരു സംഭവം ഉണ്ടായതിനു ശേഷം മാത്രമാണ് ചർച്ച ചെയ്യേണ്ടത്. ഒരു സംഭവം സംഭവിക്കാത്ത കാലത്തോളം അതിൽ ഭാവനയിൽ ചർച്ച ചെയ്യുന്നത് ചിലരുടെ അജണ്ടയുടെ ഭാഗമാണ്. അത്ര അജണ്ടയിൽ ഇരുന്നു കൊടുക്കാൻ മതവിഭാഗം തയ്യാറല്ല. ശരി ശ്രീജിത്ത്, ഇത് മഞ്ജുഷ്, ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോ ശ്രീ ഷാക്കിർ അടക്കം, ഷാക്കിർ എന്നോടാണ് ചോദ്യം, ആദ്യം ഇത് സംസാരിച്ചു തുടങ്ങിയ സമയത്ത് ശ്രീ ഷാക്കിർ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞത് ഓ അബ്ദുള്ളയുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എന്നാണ്. അല്ല പറഞ്ഞു. ഒരു മിനിറ്റ്, അല്ലല്ല ഞാൻ പറഞ്ഞ സംഗതി നിങ്ങൾ ദയവായി ഇന്നെ കോട്ട് ചെയ്യരുത്. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, മതപരമായ കാര്യത്തിൽ ഫത്വ പറയാൻ ഞാൻ ആളില്ല. അതുപോലെ ഫത്വ ആളുകൾ സ്വീകരിക്കാനും മലയാളത്തിൽ സാധ്യതയില്ല. നേരെ മറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അത് മതം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കുള്ള മതവിധിയാണ്. അത് അല്ലാണ്ട് നിങ്ങൾ എല്ലാവരുടെയും ആ മതത്തിനനുസരിച്ച് ഇങ്ങനെ ജീവിക്കണമെന്നല്ല. അത് വേറൊരു കൗതുകം കൂടി ഇതിലുണ്ട്. മമ്മൂട്ടി ഒരു സിനിമാ നടനല്ലേ? ഇപ്പോഴല്ലേ സിനിമയൊക്കെ ചില ആളുകൾ കാണുന്നില്ല, അതുമായി പിന്നെ കമന്റ് ചെയ്യലൊക്കെ തുടങ്ങി. ഒരു കാലത്ത് മമ്മൂട്ടിയെ കുറിച്ച് സിനിമയെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ലേ? അതിനൊന്നും മതത്തിന്റെ നിലപാട് മാറുന്നില്ല. മതത്തിന്റെ നിലപാടും കാഴ്ചപ്പാടും ഒരേ രീതിയിൽ തുടരും. അത് അനാവശ്യമായി ഈ സമയത്ത് ഓൺ ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നാണ് തുടർന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഇത്തരം വിവാദങ്ങൾ അനാവശ്യമാണ്. അത്